ഹലോ, ഇന്ന് നമുക്ക് അമ്മ സ്പെഷ്യൽ പാൽപ്പായസം റെസിപ്പി നോക്കാം. ഒരു ഗ്ലാസ് ബിരിയാണി അരിയും 100 ഗ്രാം സാഗ്ബോനരിയും കൂടി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് പാലും 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി നന്നായി തണുത്തിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തിളപ്പിച്ച് മാറ്റി വെച്ച പാലുണ്ടായിരുന്നു, അതിലാദ്യം 1 ഗ്ലാസ്സാണ് ഒഴിച്ചിട്ടുള്ളത് അരി വേവിക്കുമ്പോൾ. ബാക്കി പാലിപ്പോൾ ഒഴിച്ചു. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അത്യാവശ്യം ലൂസാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഏകദേശം 7 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഇനി പഞ്ചസാര ചേർക്കാം. 3 ഗ്ലാസ് പഞ്ചസാരയാണ്. പിന്നെ 1 ടിൻ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ. ഈ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും വെള്ളവും പാലും ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഈ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് യോജിക്കണം. എന്നാൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് വരില്ല. എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് തീയിൽ തന്നെ കിടന്ന് ഇതിങ്ങനെ ഒന്നിച്ചായി കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് വരിക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം നല്ല ലൂസായിട്ടുണ്ട്, അത്യാവശ്യമുള്ള ലൂസായിട്ടുണ്ട്. ഇനി ഏലക്കപ്പൊടി ചേർക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഏകദേശം 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും. നെയ്യൊഴിച്ച് പാനിൽ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നന്നായി റോസ്റ്റ് ചെയ്ത് പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ അടിപൊളി പാൽപ്പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഏകദേശം 12 മുതൽ 14 ഗ്ലാസ് വരെ കിട്ടും ഈ അളവിൽ എടുത്തു കഴിഞ്ഞാൽ. അടുത്തൊരു റെസിപ്പി കാണുന്നവരേക്കും ബൈ.